ചെല്ലേ എത്ര ലോക്ക് ഇടണ്? ഒന്ന് മാത്രം മതി. വെള്ളമൊക്കെ ഒഴിച്ചിട്ടുണ്ട് ഉണ്ണി. ഇങ്ങോട്ട് തുറക്കട്ടെ. ഓക്കെ, ഇനിയിപ്പോ ഞങ്ങള് പോണത് കടയിലേക്ക് പോണത് കേട്ടാ. പിന്നെ ഇനി ഞായറാഴ്ച എപ്പോഴെങ്കിലും പുറത്തേക്ക് ഇറങ്ങണതാ. ഇപ്പൊ ഇന്നത്തെ ഞായറാഴ്ച അടിപൊളി ആയിട്ട് അടിച്ചു പൊളിക്കാൻ പോവുകയാണ് നമ്മൾ. ഇനി പോവാ. ഓക്കെ, ബൈ ബൈ. 1 മണി ആയിട്ടുള്ളൂ. അപ്പോഴേക്ക് വിശക്കുന്നുണ്ടാ? നല്ല വിശപ്പുണ്ടാ? ഓ, പഠിക്കോ പാട്. എന്താ ഉണ്ണി നല്ല അടിപൊളിയായിട്ട് ഉണ്ണി പാട്ട് പാടുന്നു വിചാരിച്ചിട്ടല്ലേ ഇപ്പല്ലേ ഉണ്ണി പാടിയത്. ഞാനേ എപ്പോഴും എന്റെ വണ്ടി ഓടിക്കുമ്പോഴേ ഞാൻ എങ്ങനെ ഉണ്ടെന്ന് അറിയോ, 5 മീറ്റർ മുമ്പോ 3 മീറ്റർ മുമ്പാണ് ഞാൻ സിഗ്നൽ ഇടുന്നത്. ഉണ്ണി എന്നോട് പറയണ്ട, ഉണ്ണി ചെയ്യണത് മാത്രം അത് നോക്കിക്കോട്ട ഉണ്ണി. ഞാന് ഡ്രൈവിംഗ് പഠിക്കുമ്പോഴേ എനിക്ക് ഈ മലയാളം അറിയില്ലെങ്കിൽ എന്തേ, മലയാളം എനിക്ക് പഠിപ്പിച്ച കുട്ടിയില്ലേ, ഇതൊക്കെ ആ ബുക്കിൽ എഴുതിയത് എനിക്ക് പറഞ്ഞു തന്നിട്ടാണ്. പിന്നെ പോരാത്തിന് നമ്മളെ എട്ടിടാന്നൊക്കെ പോകുമ്പോഴേ സാറുമാര് പറഞ്ഞു തരണതല്ലേ, ഇതൊക്കെ ഞാനൊക്കെ ഡീസന്റ് ആയിട്ട് കേട്ടിട്ടുണ്ട് മോനെ. അതെ, ഉണ്ണീരെ കൂടെ നമ്മള് 2 വീലറിൽ പോകുമ്പോഴേ ഉണ്ണി എന്താ ചെയ്യണേ എനിക്കറിയാം. എന്നോട് പറയണേ വളവ് വരുമ്പോഴേ കൊറേ മുമ്പ് സിഗ്നൽ ഇടുന്നുണ്ട്. പിന്നെ എന്താണ് എന്നോടൊന്നും ചോദിക്കാത്തേ? മതിയായി, ഞാൻ പറഞ്ഞത് മതിയായി. എന്താന്നറിയോ, ഞാൻ ഡ്രൈവിംഗ് ചെയ്യുമ്പോളെ നേരെ ചെവിന് ശരിക്കും സമയാസമയം സിഗ്നലും ഹോണടി അതൊക്കെ ഞാൻ ചെയ്യലുണ്ട്. അപ്പളും എന്നോട് പറയും നീ അങ്ങനെ ചെയ്യണീ, നീ ഇങ്ങനെ ചെയ്യണീ. ഓ പിന്നെ അല്ലെങ്കിൽ തന്നെ ഇപ്പൊ നമ്മൾ ഒരു യാത്രക്ക് പോണതല്ലേ, പിന്നെ എന്താ ഈ വക വാർത്താണ്? ശരിയില്ല. കിളിമാനത്തെ താരുകൾ മിന്നുന്നു, ഓർമ്മകൾ ഉണരുന്നു. നമ്മൾ ഹൈവേയിൽ എത്തിയില്ലല്ലോ ഇതുവരെ. ഇപ്പൊ എത്തോ? ഓക്കെ.